ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൽ തഖ്വയുള്ളവരാകാൻ എന്നോടതുപോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മളിവിടെ ശ്രവിച്ച വിഷയം എല്ലാ സമയവും നമ്മുടെ സജീവ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടുന്ന ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മനുഷ്യരായി, മനുഷ്യ പ്രകൃതിയിലായി സൃഷ്ടിച്ചു. മനുഷ്യ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം അൽ കമാലു മുഹാൽ എന്നാണ് പറയപ്പെടാറ്. പൂർണ്ണത അസംഭവ്യം എന്നാണ് അതിൻ്റെ താല്പര്യം. കുറവുകൾ, പോരായ്മകൾ, ന്യൂനതകൾ, ഇതൊക്കെ നമ്മുടെ പ്രത്യേകതയാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അള്ളാഹു കൽപ്പിച്ചതിൽ എതിര് പ്രവർത്തിക്കാത്ത, കൽപ്പിക്കപ്പെട്ടത് മാത്രം പ്രവർത്തിക്കുന്ന മലക്കുകളുടെ പ്രകൃതം അത് നമുക്കില്ല. അതുകൊണ്ട് തന്നെ വീഴ്ചകൾ സ്വാഭാവികം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലൗ ലം തുദ്നിബു ലദഹബ അല്ലാഹു ബികും ഹത്താ യഅതി ബിഖൗമിൻ സുമ്മ യഅതി ബിഖൗമിൻ യുദ്നിബൂൻ സുമ്മ യസ്തഗ്ഫിറൂന അല്ലാഹ ഫയഗ്ഫിറ ലഹും. നിങ്ങൾ തെറ്റ് ചെയ്യാത്തവരാണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇവിടെ നിന്ന് പോക്കി മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരുമായിരുന്നു. അവർ തെറ്റ് ചെയ്ത് അള്ളാഹുവിനോട് പാപം പൊറുക്കുവാൻ തേടുകയും ഇസ്തിഗ്ഫാർ നടത്തി അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപമോചനം കടാക്ഷിക്കുകയും ചെയ്യുമാർ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമ്മുടെ പ്രകൃതിയെ അള്ളാഹു നമുക്ക് കൂട്ടിയ പ്രകൃതിയെ ഉണർത്താനാണ്. തെറ്റ് വന്നു പോകും. തെറ്റ് വന്നാൽ തെറ്റിൽ ശഠിക്കാതെ, അതിൽ പൂണ്ടുകൂടാതെ, വീണ്ടും വിചാരമുണ്ടായി നമ്മൾ പൊറുക്കലിനെ തേടുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യണം എന്ന് ബോധന നൽകുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല താൻ പാപം പൊറുക്കുന്നവനാണെന്ന് തന്നെ വിശേഷിപ്പിച്ചതും പൊറുത്തു തരുമെന്ന് വാഗ്ദാനം നൽകിയതും. അതിനായി അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷണിച്ചതും വിളിച്ചതും. യദൂഉകും ലിയഗ്ഫിറ ലക്കും. അള്ളാഹു നിങ്ങളെ വിളിക്കുന്നു, അവൻ നിങ്ങൾക്ക് പൊറുത്തു തരുവാൻ വേണ്ടി. വല്ലാഹു യദഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇസ്നി. അള്ളാഹു സ്വർഗത്തിലേക്ക് വിളിക്കുന്നു, പാപമോചനത്തിലേക്കും വിളിക്കുന്നു. എല്ലാ രാവുകളും ഇരുട്ടുകടുത്താൽ, ഉഷങ്കാലത്തോടടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത മാനത്തേക്ക് ഇറങ്ങി, ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഗ്ഫിറ ലഹ്. പാപം പൊറുക്കാൻ തേടുന്നവനുണ്ടോ, ഞാൻ അവന് പൊറുത്തു നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപം പൊറുക്കാൻ വിളിക്കുന്നു, ക്ഷണിക്കുന്നു, പാപം പൊറുത്തു തരുമെന്ന് വാഗ്ദാനം നൽകുന്നു. ഇതൊക്കെ എന്തിനാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചത്? നമുക്ക് നൽകപ്പെട്ട പ്രകൃതിയിൽ നമ്മളിൽ വീഴ്ച വരും, കുറവ് വരും, ന്യൂനതകൾ ഉണ്ടാകും. അതൊക്കെ നികത്താൻ, പരിഹരിക്കാൻ, പൊറുക്കാൻ, മാപ്പാക്കാൻ നമ്മൾ അള്ളാഹുവെ വിളിക്കണം, അള്ളാഹുവിനോട് കേഴണം, അവനോട് പാപമോചനത്തേട്ടം നടത്തണം എന്ന് ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, ഉണർത്തുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു ഇസ്തിഗ്ഫാറിനെ വിധിച്ചു, നിയമമാക്കി നിശ്ചയിച്ചു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുകയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അറിയണം എന്ത് കാര്യം? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം. യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നീ അറിഞ്ഞ് മനസ്സിലാക്കണം.
അതറിഞ്ഞ് മനസ്സിലാക്കിയാൽ അതിൻ്റെ തേട്ടമാണ്. അവനോട് തേടുക, അവനോട് കേഴുക. അവനോട് തേടുന്നതിൽ കേഴുന്നതിൽ ഏറ്റവും മുഖ്യമായ വിഷയം പാപം പൊറുക്കപ്പെടേണ്ടുന്ന, തെറ്റ് പരിഹരിക്കപ്പെടേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് വസ്തഗ്ഫിർ ലിദംബിക്, നിൻ്റെ തെറ്റിന് വേണ്ടി, അത് പൊറുക്കാൻ, മാപ്പാക്കാൻ നീ പാപമോചനം നടത്ത്, പാപം പൊറുക്കാൻ വേണ്ടി തേട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. വസ്തഗ്ഫിർ ലിദംബിക്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിനെ നിശ്ചയിച്ചു, നിയമമാക്കി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, നമ്മൾ ഇസ്തിഗ്ഫാറിനെ തേടിയാൽ, പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ, പാവം പൊറുക്കാൻ തേടിയാൽ, അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ എത്ര മഹനീയമാണ്, അതിൻ്റെ ഫലങ്ങളും ഗുണങ്ങളും എത്ര മികച്ചതാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ അതിൽ പാപം പൊറുക്കുക എന്നുള്ളത് മുഖ്യം. ലിയഗ്ഫിറ ലക്കും, അവൻ നിങ്ങൾക്ക് പുറത്തു തരുന്നതിന് വേണ്ടി. അതേപോലെ ലൗലാ തസ്തഗ്ഫിറൂന അല്ലാഹ് ലഅല്ലക്കും തുർഹമൂൻ, റബ്ബിൻ്റെ റഹ്മത്ത് നമ്മളിൽ കടാക്ഷിക്കുന്നതിന് വേണ്ടി. ലൗലാ തസ്തഗ്ഫിറൂന അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുന്നില്ലേ, ലഅല്ലക്കും തുർഹമൂൻ, അസ്തഗ്ഫിറുല്ലാ എന്നുള്ള തേട്ടം അത് നമ്മളിൽ നിന്നുണ്ടായാൽ, ഇസ്തിഗ്ഫാർ നമ്മൾ നിർവഹിച്ചാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മളിൽ പെയ്തിറങ്ങും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 അമാൻ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിച്ചതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ 1-2 വചനങ്ങളെ പുരസ്കരിച്ച് പൂർവികർ പറഞ്ഞത് നമ്മളിവിടെ കേട്ടു. തഫ്സീറുകളിൽ അത് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 അമാനുകൾ അവതരിപ്പിച്ചതാണ്. അമാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സുരക്ഷിതത്വം, നിർഭയത്വം. അത് 2 അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. ഒന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് ഇസ്തിഗ്ഫാർ, പാപം പൊറുക്കാൻ അള്ളാഹുവിനോട് കേഴൽ തേടൽ, പാപമോചനത്തേട്ടം. ഈ 2 അമാനുകളാണ്. അത് വിശുദ്ധ വചനത്തെ പുരസ്കരിച്ച് പണ്ഡിതന്മാർ പറയാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന അല്ലാഹു ലിയുഅസിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅസിബഹും വഹും യസ്തഗ്ഫിറൂൻ എന്ന്. ഇതിലെന്താ പറയുന്നത്? വമാ കാന അല്ലാഹു ലിയുഅസിബഹും, അള്ളാഹുവിൻ്റെ അദാബ് അവർ കേൾക്കുകയില്ല. വഅൻത ഫീഹിം, താങ്കൾ അവരിലുണ്ടായിരിക്കെ. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളപ്പോൾ അള്ളാഹുവിൻ്റെ അദാബ് വരില്ല. അപ്പോൾ റസൂലുള്ള അമാനാണ്, നിർഭയത്വവും സുരക്ഷിതത്വവുമാണ് അദാബ് ഏൽക്കാതിരിക്കുവാൻ ആ ആളുകളിൽ. പക്ഷേ ഈ അമാനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഇനി ശേഷിക്കുന്നത് മറ്റൊരു അമാനത്താണ്, അത് അമാനാണ്. അതാണ് അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ കാന അല്ലാഹു മുഅസിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാറിനെ തേടുന്നവരായിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നവനല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 അൽ ഇസ്തിഗ്ഫാർ. ഇത് 2 അമാനുകൾ അള്ളാഹു ആകാശത്തിൽ നിന്ന് അവതരിപ്പിച്ചതാണ്. ഇതുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ അദാബ് പെയ്തിറങ്ങൂല്ല, അദാബ് വർഷിക്കൂല്ല എന്നുള്ളതാണ്. അതിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് സ്വീകരിക്കപ്പെട്ടു വഫാത്തിലൂടെ. ഇനി ശേഷിക്കുന്നത് ഇസ്തിഗ്ഫാറാണ്. വമാ കാന അല്ലാഹു മുഅസിബഹും വഹും യസ്തഗ്ഫിറൂൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട് എങ്കിൽ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൽ നിന്ന് അദാബുകൾ വഴിമാറിപ്പോകും. അത് നമ്മളിലേക്ക് ഏൽക്കുകയില്ല, വരികയില്ല എന്നുള്ളതാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. അത് ഇസ്തിഗ്ഫാറിൻ്റെ വലിയ ഒരു ഫലമായി, ഗുണമായി ഈ ആയത്തുകളെ നിരീക്ഷിച്ച് മഹത്തുക്കൾ ഉണർത്തിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇസ്തിഗ്ഫാർ വളർച്ചയാണ്. ഇസ്തിഗ്ഫാർ നമുക്ക് പുരോഗതിയും ഉന്നമനവുമാണ് സമ്മാനിക്കുന്നത്. സമ്പത്തിൽ പുഷ്ടിപ്പ്, സന്തതികളിൽ പോഷിപ്പ്, ഇതൊക്കെയാണ് ഇസ്തിഗ്ഫാറിൻ്റെ ഗുണഫലങ്ങളിൽ ഇവിടെ തെളിഞ്ഞ് നമുക്ക് ചരിത്രത്തിൽ നമ്മൾ ദർശിക്കുന്നതും വർത്തമാനത്തിൽ നമ്മൾ ദർശിക്കുന്നതും അനുഭവവേദ്യവും. ഏതൊരു ജനവിഭാഗം അവർ തെറ്റുകൾക്കപ്പുറം ഇസ്തിഗ്ഫാർ ഉള്ളവരാണോ, അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് തേടുന്നവരാണോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കനിയും. നമ്മൾ വചനങ്ങൾ പലത് കേട്ടു.
യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തിനെ വായിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഈ വചനങ്ങൾ വായിക്കുന്നത്. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ വിളിച്ചിട്ട് പറയുകയാണ്, യാ ഖൗം ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. എൻ്റെ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നിർവഹിക്കൂ, പാപമോചനത്തേട്ടം നടത്തൂ. സുമ്മ തൂബൂ ഇലൈഹി, അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിക്കൂ. എങ്കിൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് ധന്യമായ അനുഗ്രഹീതമായ മഴ അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയും. വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, അള്ളാഹു നിങ്ങൾക്ക് കരുത്ത്, ശേഷി കനിയും. അവർ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ദഅവത്ത് നടത്തുന്നത്. ഗോത്രം ആദ് ഗോത്രമാണ്. ആദ് ഗോത്രം കരുത്തരാണ്, ശാരീരികമായി ശേഷിയുള്ളവരാണ്, ആകാര സൗഷ്ഠവമുള്ള പ്രകൃതമാണ്. ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് എന്നാണ് ആദിനെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ സൃഷ്ടിപ്പ് മനുഷ്യരിൽ ഇല്ലാത്ത വിധം കരുത്തരാണവർ. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ അവരോട് പറഞ്ഞു, വസാദകും ഫിൽ ഖൽഖി ബസ്തതൻ എന്ന് പറഞ്ഞില്ലേ. ഹൂദ് ഗോത്രം ആദ് ഗോത്രം അത്ര കരുത്തരായിരുന്നു. അവരോട് പറയാണ്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്യും. യസീദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, നിങ്ങളുടെ കരുത്തിൻ്റെ മേൽ ഇനിയും അള്ളാഹു നിങ്ങൾക്ക് കരുത്ത് കനിയും എന്നാണ് വാഗ്ദാനം നൽകുന്നത്. അതിനു മുമ്പ് യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. മറ്റൊരു വചനത്തിൽ സൂറത്ത് ഹൂദിൽ തന്നെ യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മ എന്നാണ്. യുമത്തിഉകും മതാഅൻ ഹസനൻ, നല്ല വിഭവങ്ങൾ പടച്ച റബ്ബ് കനിയും എന്ന് അവിടെ പറയുന്നുണ്ട്. അതും ഇസ്തിഗ്ഫാറിൻ്റെ ഈ ഒരു ഗുണമായി ഫലമായി. ഇതൊന്നുകൂടി നമ്മൾ വിശദമായി വായിക്കുന്നു. സൂറത്ത് നൂഹിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തുമായി ബന്ധപ്പെട്ടത് നമ്മളിവിടെ കേൾക്കേണ്ടായി. എന്താ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. അവിടെ ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും. റബ്ബ് ഗഫാറാണ്, ഏറെ പൊറുക്കുന്നവൻ, എല്ലാം മാപ്പാക്കുന്നവൻ, എത്രയോ പേർക്കും മാപ്പരുളുന്നവനാണ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. എന്നിട്ട് അതിൻ്റെ ഫലം പറയാണ്, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. നിങ്ങൾക്ക് അള്ളാഹു മഴ കനിയും, ധന്യമായ അനുഗ്രഹീതമായ മഴ. പിന്നെ സമ്പത്ത് കൊണ്ട്, സന്തതികൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പോഷിപ്പിക്കും. വയജ്അൽ ലക്കും ജന്നാത്തി വയജ്അൽ ലക്കും അൻഹാറ, തോപ്പുകൾ, അതേപോലെ തന്നെ നദികൾ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കും. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്ത്. അപ്പോൾ നമ്മൾ നമ്മുടെ ദിനേനയുള്ള ജീവിതത്തിൽ ഈ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനാലുള്ള ധന്യത, അനുഗ്രഹം അത് വളരെ വലുതാണ്. വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ പല ഉദാഹരണങ്ങളും വന്നത് നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ, അതേപോലെ നമ്മുടെ തെറ്റുകൾ മായിക്കപ്പെടാൻ, മാപ്പാക്കപ്പെടാൻ, അതേപോലെ ഇതുപോലത്തെ അനുഗ്രഹങ്ങൾ നമ്മളിൽ ഭവിക്കാൻ ഇസ്തിഗ്ഫാർ കരണീയമായ കർമ്മമാണ് എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടുള്ളത്. അതുകൊണ്ടാണ് മഹത്തുക്കളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇസ്തിഗ്ഫാറിൻ്റെ ചരിത്രമാണ് വായിക്കുന്നത്. നമ്മൾ വിശുദ്ധ ഖുർആനിൽ ചില മുത്തഖീങ്ങളുടെ വിഷയം കേട്ടില്ലേ? സ്വർഗം അനന്തരമെടുക്കുന്ന മുത്തഖീങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ സൂറത്ത് ആലി ഇംറാനിൽ അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ അസ്സാബിരീന വസ്സാദിഖീന വൽഖാനിതീന വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. ഇതാരാ ഈ അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ ആമന്നാ, തീർച്ചയായും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇങ്ങനെ പറയുന്നവരാണ് അല്ലദീന യഖൂലൂന റബ്ബന ഇന്നനാ ആമന്ന. ഈ അല്ലദീന യഖൂലൂൻ, ഈ പറയുന്നവർ ആരാ? അത് തൊട്ടുമ്പ് ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, കുൽ ഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ലഹും ജന്നാത്ത്. തഖ്വയുള്ളവരായി ജീവിച്ച് സ്വർഗം അനന്തരം എടുക്കുന്ന ആളുകൾ, അവരാണിവർ.
അവരെന്താ ദുനിയാവിൽ പറഞ്ഞിരുന്നത്? റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരണമേ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണമേ. എന്നിട്ട് അവരുടെ ഗുണഗണങ്ങൾ പറയണം: അസ്സാബിരീന വസ്സാദിഖീന വൽ ഖാനിതീന വൽ മുൻഫിഖീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അവർ സഹറുകളിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരുന്നു. അവർ ക്ഷമിക്കുന്നവർ, സത്യസന്ധർ, ചെലവഴിക്കുന്നവർ, ഇങ്ങനെ അവരുടെ വിശേഷണങ്ങൾ. പിന്നെ അവർ വൽ മുസ്തഗ്ഫിരീൻ, ഇസ്തിഗ്ഫാർ നിർവഹിക്കുന്നവർ, പാപമോചനത്തേട്ട് നടത്തുന്നവർ. എപ്പോൾ? ബിൽ അസ്ഹാർ, സഹറുകളിൽ. സഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹറിലാണ് സുഹൂർ, സഹൂർ ഇടയത്തായം കഴിക്കുന്ന സമയം, ഫജറിന് മുമ്പുള്ള ആ യാമങ്ങൾ. അവിടെ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരുന്നു അവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ മറ്റൊരു വചനത്തിൽ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തി വഉയൂൻ എന്ന് തുടങ്ങിയിട്ട് അള്ളാഹു മുത്തഖീങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അവർ സ്വർഗ്ഗത്തോപ്പുകളിൽ, സ്വർഗീയ അരുവികളിൽ പിന്നെ പരിലസിക്കുന്നവരായിരിക്കും അന്ത്യനാളിൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഗുണങ്ങൾ പറയുമ്പോൾ അതിൻ്റെ തുടർച്ചയിൽ കാണാം വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അവർ സഹറുകളിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കുമെന്ന് പറയുന്നുണ്ട്. സഹറുകൾ എന്ന് പറഞ്ഞാൽ ഈ സമയം, അവിടെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവർ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചരിത്രം കേട്ടു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു രാത്രി നിസ്കാരത്തിന് എഴുന്നേറ്റിട്ട് നിസ്കരിക്കും. എന്നിട്ട് മൗല നാഫിഇനോട് പറയുമെന്നാണ്, നീ പോയിട്ട് പിന്നെ സഹർ ആയോ എന്ന് നോക്കാൻ. അന്ന് വീടുകളിൽ ആ സമയം അറിയാനുള്ള സംവിധാനങ്ങളില്ല. പിന്നെ പുറത്തു ഇറങ്ങി മാനം നിരീക്ഷിക്കുകയേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് തന്നെ മൗല നാഫിഇനോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, പോയി നോക്കാൻ സഹറിൻ്റെ സമയം ആയോ എന്ന്. അങ്ങനെ സഹറിൻ്റെ സമയമായിട്ടുണ്ടെങ്കിൽ സബാഹ് വരേക്കും ദുആയും ഇസ്തിഗ്ഫാറും തുടർത്താൻ അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു. അദ്ദേഹം അങ്ങനെ നിർവഹിക്കുമായിരുന്നു എന്നാണ്. ഇസ്തിഗ്ഫാറിന് ഏറ്റവും നല്ല സമയം അതാണ് സഹർ എന്നുള്ളതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉണർത്തുന്നത്. അപ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കേണ്ടുന്നതിൻ്റെ ഒരു തേട്ടം, അതും ഈ ധന്യമായ അനുഗ്രഹീതമായ സമയങ്ങളിൽ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയെ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വിഷയമാണത്. റബ്ബി ഗഫിർലി വതുബ് അലൈ ഇന്നക അൻത തവ്വാബുർ റഹീം. ഒരു മജ്ലിസിൽ 100 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് എണ്ണിയിരുന്നു എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിനം 100 തവണ റബ്ബി ഗഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നഹു ലയുഗാനു അലൈ ഹത്ത അസ്തഗ്ഫിറല്ലാഹ മിഅത മറ എന്നാണ്. അങ്ങനെ ഒരു ഹദീസ് അൽ അഗർ ബിൻ യസാർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് നിവേദനം. ഇന്നഹു ലയുഗാനു അലയ്യ എന്നാണ്. എനിക്ക് ചില അശ്രദ്ധമാകുന്ന സമയങ്ങൾ വരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് സമയവും സദാ ദിക്റിലാണ്, അള്ളാഹുവിനെ ഓർത്ത് ദിക്റിലായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ലയുഗാനു അലയ്യ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് റസൂലുള്ളാഹിക്ക് ചില അശ്രദ്ധ വന്നു പോകുമെന്നാണ്. അതിന് ഹത്ത അസ്തഗ്ഫിറല്ലാഹ മിഅത മറ, ഈ അശ്രദ്ധക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നത് എന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു തെറ്റ് വന്നിട്ടല്ല, പിന്നെയോ ഒരശ്രദ്ധ മനുഷ്യ സഹജമാണ്. അതിനാണ് ലയുഗാനു അലയ്യ ഹത്ത അസ്തഗ്ഫിറല്ലാഹ ഒരു നിവേദനത്തിൽ, ഫാസ്തഗ്ഫിറുല്ലാഹ മിഅത മറ എന്നൊക്കെ മറ്റു ചില നിവേദനങ്ങളിൽ കാണാം. ഞാൻ അതിനാൽ 100 തവണ അസ്തഗ്ഫിറുല്ലാഹ പറയുമെന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ഇന്ന് പാപമോചനത്തേട്ടത്തിൻ്റെ ആ ഒരു പ്രാധാന്യം, അതിൻ്റെ മഹത്വം, പിന്നെ അതിൻ്റെ ഒരു ഗൗരവം എത്രമാത്രം എന്നുള്ളത് മനസ്സിലാക്കാൻ സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ ആ വിഷയത്തിൽ നമുക്ക് എത്ര വലിയ മാതൃക തീർത്തു എന്നതിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു മഹിത മാതൃക തന്നെ നമുക്ക് ധാരാളം മതി. ഇവിടെ നമ്മൾ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ ആവശ്യകതകളും ഒക്കെ കേട്ടു. ഒപ്പം അതിൻ്റെ ചില സീഗകൾ, എങ്ങനെ നമ്മൾ ഇസ്തിഗ്ഫാറിന് തേടും. അൽ ഔസാഇ, അബു അബ്ദുറഹ്മാൻ അൽ ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഞാൻ എങ്ങനെ ഇസ്തിഗ്ഫാറിന് തേടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചൊല്ലിക്കൊടുത്തത് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് സലാം വീട്ടിയാൽ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ് പിന്നെയാണ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് ചൊല്ലിയിരുന്നത്. ഇസ്തിഗ്ഫാറിന് വേണ്ടി, ആ തേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല പ്രയോഗം അസ്തഗ്ഫിറുല്ലാ എന്നുള്ളത് തന്നെയാണ്. വേറെയും തേട്ടങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്തിഗ്ഫാറിൻ്റെ ഒരു മഹനീയ തേട്ടമാണിത്. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ ഇസ്തിഗ്ഫാറിൻ്റെ തേട്ടം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധമുഖത്ത് നിന്നും തിരിഞ്ഞോടിയാൽ പോലും വൈൻകാന ഖദ് ഫർറ മിനൽ സഹഫ് എന്നാണ്. യുദ്ധമുഖത്ത് നിന്ന് തിരിഞ്ഞോടുന്ന വൻപാപല്ലേ അത്തവല്ലി യൗമ സഹഫ്. സൈന്യങ്ങൾ മുഖാമുഖം കണ്ടുമുട്ടുമ്പോൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞോടുക ഉണ്ടെങ്കിൽ അത് വൻപാപാണ്. ആ അപരാധം ചെയ്തവർക്ക് പോലും പൊറുക്കപ്പെടും ഈ തേട്ടം നിർവഹിച്ചാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തേട്ടം. അതേപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 100 തവണ എണ്ണിയിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പഠിപ്പിച്ചത്? റബ്ബി ഗഫിർലി വതുബ് അലയ്യ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇസ്തിഗ്ഫാറിന് ഏറ്റവും നല്ല തേട്ടങ്ങളിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ഇതൊന്നും പഠിക്കാനും പറയാനും ഒരു പണിയുള്ള വിഷയമല്ല, എളുപ്പത്തിൽ പ്രാപ്യമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിച്ചിരുന്നു എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ ദൗത്യം പൂർത്തീകരിച്ച സന്ദർഭമായപ്പോൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർപ്പിതമായ നുബൂവത്തിൻ്റെയും റിസാലത്തിൻ്റെയും ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി നിർവഹിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ നാളുകൾ അടുത്തു. അവസാനം ഇറങ്ങിയ സൂറത്ത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഈ സൂറത്ത് ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്ക ഫത്ഹായി, വിജയം വന്നു. നുബുവത്തിൻ്റെ ആ ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തീകരിച്ചു. ഇനി മരണത്തോടടുത്തു. അപ്പോൾ ആ മരണത്തിന് മുന്നോടിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തസ്ബീഹ് ഹംദോടുകൂടി നിർവഹിക്കാൻ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. പിന്നെ വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ, അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. മറ്റ് ചില നിവേദനങ്ങളിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അസ്തഗ്ഫിറുല്ലാഹ, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്നത് ഈ സൂറത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്. 2 നിലക്കും നിവേദനം വന്നിട്ടുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നും പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്നും. ഈ 2 സീഗകളും ഇസ്തിഗ്ഫാറിന് ഏറ്റവും കരണീയമായ ധന്യമായ സീഗകളാണ്. ഇതേപോലെ വേറെയും ഈ സീഗകൾ ഇതിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതിൽ മുമ്പിൽ നിൽക്കുന്നു, പാപമോചന തേട്ടമായിട്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു വഅബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പ്രദോഷത്തിൽ ചൊല്ലാൻ പറഞ്ഞു, പ്രഭാതത്തിൽ ചൊല്ലാൻ പറഞ്ഞു. നല്ല ബോധത്തിൽ, ദൃഢവിശ്വാസത്തിൽ പ്രഭാതത്തിൽ ചെല്ലുന്നവൻ ഇത് ചൊല്ലി പ്രദോഷമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അയാൾക്ക് സ്വർഗപ്രവേശനമാണ്. പ്രദോഷത്തിൽ ചൊല്ലി പ്രഭാതമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അയാൾക്ക് സ്വർഗപ്രവേശനമാണ് എന്നൊക്കെ സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. ഏതായാലും ഇസ്തിഗ്ഫാർ പാപമോചനത്തേട്ടം അത് നമുക്ക് നിയമമാക്കപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ കൽപ്പിക്കപ്പെട്ടു. അതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളും നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. സച്ചരിതരായ മുൻഗാമികൾ ഇസ്തിഗ്ഫാറിൻ്റെ ആളുകളായിരുന്നു സദാസമയവും എന്നുള്ളത് നമ്മൾ അറിയിക്കപ്പെട്ടു. ഇസ്തിഗ്ഫാർ നടത്തുവാനുള്ള വിവിധ പ്രയോഗങ്ങൾ, വചനങ്ങൾ പഠിപ്പിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. മുഖ്യമായ ഇബാദത്തുകൾ നിർവഹിച്ചാലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തുടർന്ന്, ഇപ്പോൾ നിസ്കാരത്തിൻ്റെ വിഷയം നമ്മൾ കേട്ടു, ഹജ്ജിൽ അറഫയും അതേപോലെ മുസ്ദലിഫയും അതിനെ തുടർന്നുള്ള ഇഫാദയും കഴിഞ്ഞാൽ സുമ്മ അഫീദു മിൻ ഹൈസു അഫാദന്നാസ് വസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹജ്ജിൻ്റെ ആ പ്രധാനപ്പെട്ട റുക്ന് നിർവഹിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അതൊക്കെ അറിയിക്കുന്നത് ഇസ്തിഗ്ഫാറിൻ്റെ അനിവാര്യതയാണ്, ആവശ്യകതയാണ്. ഏറ്റവും സുപ്രധാനമായ ഇബാദത്ത് നിസ്കാരം. അതിൽ വല്ലതും
നമുക്ക് പോരായ്മയായി വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ ഇസ്തിഗ്ഫാറിൻ്റെ അനിവാര്യത നമ്മൾ ശാരീരികമായി അധ്വാനിച്ച് സാമ്പത്തികമായി വിനിയോഗിച്ച് നിർവഹിക്കുന്ന ഹജ്ജിൽ വല്ല പരിമിതികളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വല്ല പോരായ്മയും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ ഇസ്തിഗ്ഫാർ അതിനെ തുടർന്ന് കൽപ്പിച്ചതൊക്കെ ഇസ്തിഗ്ഫാറിൻ്റെ ഒരു പ്രാധാന്യവും അനിവാര്യതയും ആവശ്യകതയുമാണ് നമ്മളോട് ഓതുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും ഇസ്തിഗ്ഫാർ അതിൻ്റെ ആ ഒരു ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊക്കെ ഈ പറയപ്പെട്ട സച്ചരിതരെ പോലെയാണ്. നമ്മുടെയൊക്കെ ഇല്ലായ്മകൾ എത്രയാണ്, കുറവുകൾ എത്രയാണ്, നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ എത്രയാണ്, പരിഹരിക്കപ്പെടാൻ പാപങ്ങൾ നമുക്കെത്രയാണ്, അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ എത്ര കുറ്റക്കാരാണ്. ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മളുടെ ദിനരാത്രങ്ങളെ നമ്മൾ മനസ്സിൽ വായിക്കേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ നടത്തുക. അല്ലാതെ കേവലം ഒരു അദര വ്യായാമം. ഒരാൾ ഇസ്തിഗ്ഫാർ നടത്തുന്നത് കണ്ടപ്പോൾ ഇമാം അൽ ഹസൻ അൽ ബസരി പറഞ്ഞു എന്നാണ്, ഹാദൽ ഇസ്തിഗ്ഫാർ യഹ്താജു ഇലാ ഇസ്തിഗ്ഫാർ. ഇയാൾ ചെല്ലുന്ന ഈ ഇസ്തിഗ്ഫാറിന് വേറൊരു ഇസ്തിഗ്ഫാർ ആവശ്യമാണ്. കാരണം എന്താ, അതൊരു കളിയാണ്, അങ്ങനെ ആവാൻ പാടുള്ളതല്ല. പിന്നെയോ നമ്മൾ മനസ്സിൽ തട്ടി നമ്മളുടെ വീഴ്ചകളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് പരിഹരിക്കപ്പെടാൻ, പൊറുക്കപ്പെടാൻ നമ്മൾ അള്ളാഹുവിനോട് കേഴണം എന്നുള്ള വസിയ്യത്താണ് ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമുക്ക് നമ്മുടെ വീഴ്ചകൾ പുറത്തു തരുമാറാവട്ടെ, നമ്മുടെ കുറവുകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഇസ്തിഗ്ഫാർ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങളെ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലേക്കും നമുക്ക് തുറവിയും ഉദവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമാറാവട്ടെ. നമ്മുടെ ഉമ്മവാപ്പന്മാരോട് അള്ളാഹു കനിയുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫ കനിയുമാറാവട്ടെ. മരണപ്പെട്ട മൺമറഞ്ഞവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട ഖബറിടം അള്ളാഹു അവർക്ക് വിശാലമാക്കുമാറാവട്ടെ. അവിടം അള്ളാഹുവിൻ്റെ പ്രകാശം അവർക്ക് ചൊരിയുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അവർക്ക് അള്ളാഹു അവിടം വിശാലമാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.